ദൈവത്തിൻ്റെ വിലയിരുന്നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസികളുടെ പ്രിയ സമൂഹമേ, ഒരു പ്രാവശ്യം കൂടി നമ്മളുടെ ജീവിതത്തിൽ ഒരു വലിയ നോമ്പ് കടന്നു വരുന്നു. അതിനിടയാക്കിയ അല്ലെങ്കിൽ ഈ നോമ്പിന് സാക്ഷ്യം വഹിക്കുവാൻ നമ്മളുടെ ആയുസ്സിനെ നീട്ടിത്തന്ന ദൈവത്തെ അത്യധികം സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി നോമ്പിനെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം അതിൻ്റെ 4, 5 എന്നീ വാക്യങ്ങളിലേക്ക് ഞാൻ അല്പസമയം നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോൽക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങളിന്ന് നോമ്പ് നോൽക്കുന്നത്. കർത്താവിൽ പ്രിയമുള്ള വിശ്വാസികളുടെ സമൂഹമേ, ഇതിൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഇന്നത്തെ കാലയളവിൽ നമ്മുടെ ജീവിതവുമായി ഒന്ന് തട്ടിച്ച് നോക്കേണ്ട അത്യാവശ്യമുള്ള ഘടകമാണ്. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോൽക്കുന്നു. എന്താണ് വിവാദവും കലഹവും? നമ്മൾ നേരിട്ട് വിവാദത്തിലും കലഹത്തിലും ഏർപ്പെട്ടില്ലെങ്കിലും നമ്മൾ കാരണം നമ്മളുടെ സഹോദരങ്ങൾക്കിടയിലോ നമ്മൾ വസിക്കുന്ന സമൂഹത്തിനിടയിലോ നമ്മളുടെ സഭാവിശ്വാസികൾക്കിടയിലോ എവിടെയെങ്കിലും കലഹത്തിന് മുഖാന്തരമാകുന്ന പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ നോമ്പിൻ്റെ കാലയളവിൽ നമുക്കതിനെ ഒന്ന് ശോധന ചെയ്യാം, തിരുത്തപ്പെടാം. അതിനോട് എന്നേക്കുമായി യാത്ര പറയേണ്ട സാഹചര്യമാണെങ്കിൽ അതിനോട് എന്നേക്കുമായി യാത്ര പറയാം. നമ്മൾ കാരണം കലഹിക്കപ്പെട്ട ജീവിതങ്ങളെ നിരപ്പാകുവാൻ നമുക്ക് ആത്മാർത്ഥമായി ശ്രമിക്കാം. കാരണം ഒരു ശുഭക്കോനോ ശുശ്രൂഷയ്ക്ക് ശേഷമാണ് നാം വിശുദ്ധ നോമ്പിലേക്ക് കടക്കുന്നത്. ശുഭക്കോനോ എന്ന വാക്കിൻ്റെ അർത്ഥം നിരപ്പാകൽ എന്നുള്ളതാണ് വിവക്ഷിക്കുന്നത്. ആ നിരപ്പാകൽ അന്വർത്ഥമായില്ലെങ്കിൽ നമ്മളുടെ നോമ്പും പ്രാർത്ഥനകളും പ്രവാചകൻ പറയുന്നത് പോലെ ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നോമ്പ് നോൽക്കുന്നത്. പ്രിയമുള്ളവരെ, ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോൽക്കുന്നു എന്ന് പ്രവാചകനോട് നമ്മെ ഓർപ്പിക്കുന്നു. എന്താണ് ഈ ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ? നമ്മുടെ കായിക ബലം ഉപയോഗിച്ച് മറ്റുള്ളവരെ അടിക്കുക അല്ലെങ്കിൽ മർദ്ദിക്കുക എന്നുള്ളതിനപ്പുറം നമ്മളുടെ വാക്കുകൾ കൊണ്ട്, നമ്മളുടെ പ്രവൃത്തികൾ കൊണ്ട്, നമ്മളുടെ ചിന്തകൾ കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിന് പ്രേരക ശക്തികളാകുന്ന ഏതെങ്കിലും ഘടകങ്ങൾ കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിനെയോ ജീവിതത്തെയോ നശിപ്പിക്കുവാനോ വേദനിപ്പിക്കുവാനോ ഇടയായിട്ടുണ്ടെങ്കിൽ ആ പ്രക്രിയയും അല്ലെങ്കിൽ ആ ഘടകത്തെയും ഈ നോമ്പിൻ്റെ കാലയളവിൽ നമുക്കൊന്ന് ശോധന ചെയ്ത് വിശുദ്ധ കുമ്പസാരത്തിൽ കൂടി നമുക്കതിനൊക്കെയും പാപക്ഷമ അർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ നോമ്പിനെ നമുക്ക് അതിൻ്റെ പരിപൂർണതയിലേക്ക് നയിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. ഈ കാലയളവിൽ സോഷ്യൽ മീഡിയ അത്യധികം സാമൂഹ്യ ജീവിതത്തിൽ സ്വാധീനിക്കുന്ന ഒരു കാലയളവാണ്. വേണ്ടതും വേണ്ടാത്തതും, സത്യമായതും അസത്യമായതും, ചിന്തോദ്ദീപകങ്ങളായതും അല്ലാത്തതുമായ അനേക കാര്യങ്ങൾ നമ്മൾ ദിവസം പ്രതി നമ്മളുടെ വാട്സപ്പുകളിലും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി നമ്മൾ മുന്നിലേക്ക് കടന്നു വരുന്നു. അതിനെ പലതിലും അതിൽ പലതും നമ്മൾ ചിന്തിക്കാതെ തന്നെ അത് മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുന്നു. അത് എത്രമാത്രം മറ്റുള്ളവരിൽ വേദന ഉളവാക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറില്ല. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള മെസ്സേജുകൾ കൂടി ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന അനേകം പേരെക്കുറിച്ച് നമ്മൾ ഈ കാലയളവിൽ വാർത്താമാധ്യമങ്ങളിൽ കൂടി കേൾക്കുവാനിടയായി. ഈ നോമ്പിൻ്റെ കാലയളവ് നമ്മെ തന്നെ ശോധന ചെയ്യുവാനും മറ്റുള്ളവർക്ക് ആശ്വാസമാകുവാനും നമ്മളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സമാധാനത്തിനിടയാക്കുവാനും നമ്മളുടെ ജീവിതം കൊണ്ട് ക്രിസ്തുനാഥൻ നമ്മെ സ്നേഹിച്ച സ്നേഹം മറ്റുള്ളവർ കാട്ടിക്കൊടുപ്പാനും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.